നമസ്കാരം. ജോൺസൺസ് ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ പുതിയൊരു ഭാഗത്തിലേക്കാണ് നിങ്ങളെയും കൊണ്ട് ഞാൻ യാത്ര തിരിക്കുന്നത്. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രതലമാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ജോൺസൺസ് ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിനായിട്ട്. കാരണം ഇത് വളരെ രസകരം അതേസമയം തന്നെ പ്രധാനപ്പെട്ടമായ ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളത് മാത്രമല്ല, ഇത് ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും വേണം. ഇത് വളരെ പ്രസക്തമാണ്. ഈ ഇന്നത്തെ നിരീക്ഷണത്തിൻ്റെ ജോൺസൺസ് ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ പേര് എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നുള്ളതാണ്. അന്നും ഇന്നും. ഈ കഥ നമ്മൾ ആരംഭിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എന്ന് പറയും. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം കാര്യത്തെക്കുറിച്ചാണ്. ഇത് യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മളെല്ലാ ജോൺസൺസ് ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിലും യാഥാർത്ഥ്യമാണ് പ്രസ്താവിക്കുന്നത്. അവതരണം വ്യത്യസ്ത രീതിയിലാണെന്ന് പറയും. അപ്പോൾ നമ്മൾ സഹസ്രാബ്ദങ്ങളായിട്ട് ഭാരതത്തിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഭരണരീതിയാണ് രാജഭരണം എന്ന് പറയുന്നത്. സഹസ്രാബ്ദങ്ങളായിട്ട്, നൂറ്റാണ്ടുകളല്ല, സഹസ്രാബ്ദങ്ങളായിട്ട്, യുഗങ്ങളായിട്ട് ഭാരതത്തിൽ നിലനിൽക്കുന്ന രീതിയാണ് രാജഭരണം എന്ന് പറയുന്നത്. ഈ രാജഭരണത്തിൽ രാജാവാണ് ഭരിക്കുക. രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാ എന്ന് പറഞ്ഞാൽ അക്ഷരത്തിൻ്റെ അർത്ഥം അറിവ്, ഇരുട്ട് എന്നൊക്കെയാണ്, ജ്ഞാനം എന്നൊക്കെയാണ്. അപ്പോൾ ജ്ഞാനത്തിൽ നിന്ന് ജനിച്ചവനായിട്ടുള്ള രാജാവാണ് എന്ത് ചെയ്യുക, രാജ്യം ഭരിക്കുക. അപ്പോൾ ഈ രാജാവ് ഉള്ളിടത്താണ്, രാജാവ് ഭരിക്കുന്നിടമാണ് രാജ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജ്യം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. രാജാവുണ്ടെങ്കിലേ അവിടെ രാജ്യമുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രാജാവുണ്ടെങ്കിലേ രാജ്യമുള്ളൂ. രാജ്യം രാജാവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിലനിൽക്കുന്നതാണ്. ഈ രാജ്യം ഭരിക്കുന്ന രാജാവിനെ, രാജാവിൻ്റെ രാജ്യത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ തത്വങ്ങൾ വിശദീകരിച്ച് അർത്ഥം ചെവിട്ടിൽ മന്ത്രിക്കുന്ന ആളുകളെ പറയുന്ന പേരാണ് മന്ത്രി. മന്ത്രിക്കുന്നവൻ, അതായത് ചെവിയിൽ മന്ത്രിക്കുന്നവൻ മന്ത്രി. എന്താണ് മന്ത്രിക്കുന്നത്? അർത്ഥമാകുന്ന ശക്തി. രാജാവ് തൻ്റെ അറിവ് ക്രമീകരിച്ച് എവിടെയെല്ലാം പ്രയോഗിക്കണമെന്ന് ഉപദേശം കൊടുക്കുക. രാജാവാണ് അവസാനം തീരുമാനം എടുക്കുന്നത്. ഉപദേശം കൊടുക്കുന്ന, ചെവിയിൽ ശക്തി മന്ത്രിക്കുന്നവനാണ് മന്ത്രി. അപ്പം മന്ത്രി എന്ന് പറയുന്നത് വേണമെങ്കിൽ രാജ്യം പോലെ തന്നെ അവിടെ രാജാവ് വേണം. രാജാവുണ്ടെങ്കിലേ രാജ്യമാകുന്നുള്ളൂ, രാജാവുണ്ടെങ്കിലേ മന്ത്രിയുമുള്ളൂ. അപ്പോൾ ഈ മന്ത്രിക്കും. ഒരുപാട് മന്ത്രിമാരുണ്ടാവുമ്പോൾ അതിൽ ഒരാളെ മുഖ്യനായ മന്ത്രിയാക്കി മാറ്റും, അല്ലെങ്കിൽ പ്രധാനിയായ മന്ത്രിയായി മാറ്റും. അതായത് പ്രധാനമായ മന്ത്രി എന്ന് പറയുന്നതും മുഖ്യമായ മന്ത്രി എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. നമുക്ക് അർത്ഥം ഇവിടെ തെറ്റി പഠിപ്പിച്ചത് കൊണ്ട് പലർക്കും പലതും ധാരണയില്ല. എന്താണെന്ന് ധാരണ? രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രാജാവ് വേണമെന്ന് ആളുകൾക്ക് ധാരണയില്ല. രാജാവുണ്ടെങ്കിലേ മന്ത്രി ഉള്ളൂ എന്ന് മനസ്സിലാവണില്ല ആളുകൾക്ക്. രാജാവുണ്ടെങ്കിലേ മുഖ്യമന്ത്രി ഉള്ളൂ എന്ന് മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്ന് തന്നെയാണ് അർത്ഥതലത്തിൽ എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അർത്ഥം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ആയതുകൊണ്ടാണ് നമ്മളിത് ഇപ്പോൾ ജോൺസൺസ് ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൽ ഇത്രയും വ്യക്തമായിട്ടത് വിശദീകരിക്കുന്നത്. അങ്ങനെ രാജാക്കന്മാർ യുഗങ്ങളായിട്ട് ഭാരതം ഭരിച്ചു.
ഭാരതം എന്ന് പറഞ്ഞാൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളായിരുന്നു. ആ നാട്ടുരാജ്യങ്ങൾ അവർ ഭരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഭരിച്ച് അവർക്ക് അറിവുണ്ട്. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മബോധത്തെയാണ് യഥാർത്ഥത്തിൽ ജ്ഞാനമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ധർമ്മബോധത്തിൽ അധിഷ്ഠിതമായിട്ട് അവരവരുടെ ധർമ്മം, ക്ഷത്രിയ ധർമ്മം എന്താണ്? ക്ഷത്രിയ ധർമ്മം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തെ കർമ്മക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ക്ഷത്രിയ ധർമ്മം. ഈ കർമ്മക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും? കർമ്മക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ക്ഷേത്രം. കർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ക്ഷേത്രം. അതിപ്പോൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരിക എന്ന് പറഞ്ഞാൽ സാധാരണ ക്ഷേത്രങ്ങളാണ്, പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ. ശരിയാണ്, അത് കർമ്മക്ഷേത്രം തന്നെ. അവിടെ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. വയൽ എന്ന് പറയുന്നത് കർമ്മക്ഷേത്രമാണ്. കാരണം അത് പ്രധാനപ്പെട്ട കർമ്മക്ഷേത്രമാണ്. കർമ്മത്തിന് ഊർജം പ്രദാനം ചെയ്യുന്ന ക്ഷേത്രമാണ് കർമ്മക്ഷേത്രമായിട്ടുള്ള വയൽ. പാടങ്ങൾ, നെൽകൃഷി, ഇതൊക്കെ ആ ക്ഷേത്രത്തിൽ പെടുന്നതാണ്. അപ്പോൾ അത് ആ ക്ഷേത്രം സംരക്ഷിക്കും. പിന്നെ കർമ്മഭൂമി എന്ന് പറയുന്ന ഭാരതം, അവനവൻ ജനിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന, വളർന്ന് മുന്നോട്ട് പോകുന്ന ഭാരതം, അല്ലെങ്കിൽ അതത് രാജ്യങ്ങൾ, നാട്ടുരാജ്യങ്ങൾ, ദേശങ്ങൾ, ഇതും ക്ഷേത്രം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ, 3 തരം ക്ഷേത്രങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്ന ക്ഷേത്രങ്ങൾ, ഒന്ന് തൊഴിലുകൾ നോക്കുന്ന, കൃഷി അടക്കമുള്ള തൊഴിലുകൾ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ, വയലുകൾ, അങ്ങനെയൊക്കെയുള്ളത്. അതുപോലെ തന്നെ ദേശം എന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ. അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ സംരക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉത്തരവാദിത്വമാണ് രാജാവിനുള്ളത്. അത് അറിവുള്ളവന് മാത്രം പറ്റുന്നതാണ്. പ്രകൃതി എന്ന് പറയുന്നത് 4ാമത്തെ ക്ഷേത്രമാണ്. 4ാമത്തെ ക്ഷേത്രമാണ് പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതി ക്ഷേത്രം നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഭാരതത്തിൽ അതിമനോഹരമായ പ്രകൃതിയാണുള്ളത്. ഈ ലോകത്തിൽ കാണുന്ന എല്ലാ പ്രകൃതിയും ഭാരതഭൂമിയിലുണ്ട്. മരുഭൂമിക്ക് മരുഭൂമി, മഞ്ഞിന് മഞ്ഞ്, പച്ചയ്ക്ക് പച്ച, കടലിന് കടൽ, ഉൾത്തടാകങ്ങൾക്ക് ഉൾത്തടാകങ്ങൾ, ഉപ്പ് തടാകങ്ങൾക്ക് ഉപ്പ് തടാകങ്ങൾ, ജൈവമേഖലകൾ, മഴക്കാടുകൾ, ഉപ്പ് മണലാരണ്യങ്ങൾ അടക്കം ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാമുള്ള ക്ഷേത്രമാണ് ഭാരതക്ഷേത്രം. ഈ ഭാരതക്ഷേത്രത്തെ പറയുന്ന വേറൊരു പേരാണ് നമുക്ക് കർമ്മക്ഷേത്രം എന്ന് പറയുന്നത്. ഭാരതത്തെ പറയുന്ന വേറൊരു പേരാണ് കുരുക്ഷേത്രം എന്ന് പറയുന്നത്. കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ ഹരിയാനയിലെ കുരുക്ഷേത്ര. ഭാരതം തന്നെ കുരുക്ഷേത്രമാണ്. അപ്പോൾ ഭാരതത്തിലെ പ്രകൃതി ക്ഷേത്രം, ഭാരതത്തിലെ ദേശങ്ങളാകുന്ന ക്ഷേത്രങ്ങൾ, ഭാരതത്തിലെ വയലുകൾ, കൃഷിസ്ഥലങ്ങൾ, തൊഴിൽ ശാലകൾ അടക്കമുള്ള ക്ഷേത്രങ്ങൾ, അവിടെയൊക്കെ കർമ്മം നടക്കുന്നുണ്ട്. പിന്നെ പ്രാർത്ഥിക്കുന്നതായിട്ട് പോകുന്ന ക്ഷേത്രങ്ങൾ, അങ്ങനെ 5 തരം ക്ഷേത്രങ്ങളാണ് ഈ ക്ഷത്രിയർ സംരക്ഷിച്ചിട്ടുള്ളത്. യുഗങ്ങളായി, നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി, യുഗങ്ങളായിട്ട് സംരക്ഷിക്കുന്നത് ക്ഷത്രിയർ. അങ്ങനെ സംരക്ഷിച്ചു വന്നു. ഇങ്ങനെ ഏകദേശം അവരെങ്ങനെ ഭംഗിയായിട്ട് സംരക്ഷിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 300 വർഷം മുമ്പ്, നമ്മൾ അങ്ങനെ കണക്കാക്കുന്നത് 500 വർഷം നമ്മൾ കണക്കാക്കണ്ട, ഒരു ഏകദേശം ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരോ വന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പുറമേ നിന്നുള്ള വെള്ള തൊലിയുള്ള കുറേ കള്ളന്മാർ ഇവിടെ വന്നു. അവർ കൊള്ളക്കാരാണ്, അവർ പരമ്പരാഗത കൊള്ളക്കാരാണ്. അവരുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കക്കുക, മോഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ ഇവിടെ വന്നു ചേരുകയും ഇവിടെ ശുദ്ധമാനസരായിട്ടുള്ള രാജാക്കന്മാരുടെ കാല് നക്കിയിട്ട് ഇവിടെ കുറച്ച് സ്ഥലം ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ. കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രാജാക്കന്മാരുടെ അറിവിനനുസരിച്ചിട്ട് അവർ വിചാരിക്കുന്നത് കച്ചവടം എന്ന് പറഞ്ഞാൽ അതിന് നേരും നെറിയും ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുള്ള പദങ്ങളാണ് നേരും നെറിയും. അപ്പോൾ അതൊക്കെയുള്ള ആളുകളാവും ഇവർ വരുന്നുണ്ടാവുക എന്ന് വിചാരിക്കുകയും വന്നവരെ അതിഥി ദേവോ ഭവ എന്നുള്ള തത്വപ്രകാരം വന്നവരെ സ്വീകരിച്ച് അവരാവശ്യപ്പെട്ടതൊക്കെ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഈ വന്നവർ കുറേ കഴിഞ്ഞപ്പോൾ
ഏതൊക്കെയോ തരത്തിൽ, ഏതൊക്കെ തലം എന്നുള്ളത്, ഏതൊക്കെ തരത്തിൽ എന്നുള്ളത് നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എഴുതിയിട്ടുള്ള ഹിസ്റ്ററി, ചരിത്രമല്ല, ഹിസ്റ്ററി എന്ന് പറയുന്നത് ആ വന്നവരെ എഴുതിയിട്ടുള്ള, വന്ന കാട്ടുകള്ളന്മാരെന്ന് പറയുകയാണെങ്കിൽ പറയാം, ലോകകള്ളന്മാർ എഴുതിയിട്ടുള്ള ഹിസ്റ്ററിയാണ് നമ്മൾ ചരിത്രം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ ഉൾക്കൊള്ളൂ. യാഥാർത്ഥ്യം അതിലില്ല. അസത്യമാണ്. കള്ളന്മാർ കള്ളമേ പറയുള്ളൂ. ഇപ്പം നമ്മളുടെ ഇതിൽ താത്വികമായിട്ട് നമ്മളുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, സൂചി കട്ടവനും ആനയെ കട്ടവനും കള്ളൻ തന്നെയാണ്. അപ്പം നമ്മളുടെ ജീവിതം കട്ട കള്ളന്മാരാണ് വിദേശ വെള്ളത്തൊലിയുള്ള കള്ളന്മാർ. അപ്പോൾ അവരിവിടെ വന്നു. ഏകദേശം നമ്മൾ വിചാരിക്കുക അവരുടെ നിയന്ത്രണം വന്നത് ഏകദേശം 300 വർഷം മുമ്പെന്ന് നമ്മൾ കരുതുക. അതിന് മുമ്പുള്ള സമയം അവർ വന്നു എന്ന് പറയുന്നത് അതൊന്നും നമ്മുടെ പ്രസക്തമായ കാര്യങ്ങളല്ല. അവർ 300 വർഷത്തിൻ്റെ സമീപത്തുള്ള കാലഘട്ടത്തിൽ ഇവർ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ഭാരതത്തിലെ നാട്ടുരാജ്യങ്ങളെ, ക്ഷേത്ര സംരക്ഷകരായിട്ടുള്ള രാജാക്കന്മാരുടെ, ക്ഷത്രിയരുടെ രാജ്യങ്ങളെ, ക്ഷേത്രങ്ങളെ, ഭൂമികൾ അടക്കമുള്ള ക്ഷേത്രങ്ങൾ, 5 തരം ക്ഷേത്രങ്ങൾ പറഞ്ഞു, കൈയടക്കുകയും ഏതോ കുതന്ത്രത്തിൽ ഇങ്ങനെ ക്രമേണ മലയാളദേശം, ഭാരതദേശമൊക്കെ അവർ അടക്കി ഭരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അടക്കി ഭരിക്കുകയല്ല, അത് അവർക്ക് സൗകര്യമുള്ള രീതിയിൽ ഇവിടുത്തെ നാടിനെയും നാട്ടുകാരെയും ക്ഷേത്രങ്ങളെയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞു എന്ന് വേണം നമ്മൾ വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് അത് രൂക്ഷമായി വരികയും അതിനാകെ കൂടിയുണ്ടായിരുന്ന തട അന്നും 5 തരം ക്ഷേത്രങ്ങൾ നമ്മൾ പറഞ്ഞു, ക്ഷേത്ര സംരക്ഷകരായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു. അപ്പോൾ രാജാക്കന്മാരെ എപ്പോഴും ക്ഷേത്ര സംരക്ഷകരും പ്രജാസംരക്ഷകരുമാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ കള്ളന്മാർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ കപ്പം കൊടുക്കാൻ വിചാരിച്ചു. എന്നാൽ കപ്പം കൊടുക്കാം. കപ്പം കൊടുക്കുക എന്ന് പറയുന്നത് ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു രീതിയാണ്. അതായത് ഒരു രാജാവ് വേറൊരു രാജാവിന് കീഴടക്കി കഴിഞ്ഞാൽ ആ കീഴടക്കിയ രാജാവിന് ഒരു കപ്പം കൊടുക്കുക, ഒരു ഭാഗം കൊടുക്കുക എന്നുള്ളത് അതൊരു പുതിയ സംഭവമല്ലാത്തതിനാൽ ഭാരതത്തിൽ നിലനിന്നിരുന്ന, യുഗങ്ങളായി നിലനിന്നിരുന്ന കാര്യമായതിനാൽ അവരെന്ത് ചെയ്തു വെച്ചാൽ ഈ വെള്ളക്കള്ളന്മാർക്ക് കപ്പം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കപ്പം കൊടുത്തപ്പോഴും അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ പ്രജകളെ സംരക്ഷിച്ചു, പ്രകൃതിയെ സംരക്ഷിച്ചു, നാടിനെയും നാട്ടുകാരെയും 5 ക്ഷേത്രങ്ങളെയും അവർ സംരക്ഷിച്ചു. അവർ കപ്പം കൊടുത്തു. പക്ഷേ ഈ വെള്ളക്കള്ളന്മാരുടെ അനിയന്ത്രിതമായ ചൂഷണത്തിന് ഇരയാകാതെ സ്വന്തം നാടിനെയും നാട്ടുകാരെയും അവർ സംരക്ഷിച്ചു നിർത്തി. പലതരത്തിൽ, അതായത് കപ്പം കൊടുക്കുക, നയം പറഞ്ഞ് അത് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രജകളിലേക്ക് ഈ കൊള്ളക്കാരായ വെള്ളക്കാരവർ കൊള്ളക്കാർ, അത് നമ്മൾ ആലോചിക്കാം. അത് നമ്മൾ പണ്ടേ പാടി തന്നിട്ടുള്ള വരികളാണ്. ഇംഗ്ലീഷ്കാരാം വെള്ളക്കാരവർ, ബ്രിട്ടീഷ്കാരാം കൊള്ളക്കാർ, ലോകം മുഴുവൻ കൊള്ളയടിക്കും കൊള്ളക്കാരിവർ വെള്ളക്കാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് പാടിയിട്ടുള്ള ഒരു കവിതയാണ്. അപ്പോൾ ഈ 4 പേര് കവിതയിൽ അടങ്ങിയ പോലെ തന്നെ ലോകകള്ളന്മാരായ ഇവരെ അറിവിൽ നിന്ന് ജനിച്ചിട്ടുള്ള രാജാക്കന്മാർ, ഭാരതത്തിലെ രാജാക്കന്മാർ പലതരത്തിൽ ആളുകളെ ഇവരുടെ അടിമത്തത്തിൽ നിന്ന് സംരക്ഷിച്ചു. അതായത് ഇവരുടെ ക്രൂരതകളിൽ നിന്നും ഭാരതീയരെ രാജാക്കന്മാർ സംരക്ഷിച്ചു. ഒരു 100-150 വർഷം കടന്നുപോയി. ഇവരുടെ ഈ വെള്ളത്തെമ്മാടികളുടെ നിയന്ത്രണം വന്നിട്ട് ഏകദേശം ഒരു 100-150 വർഷം, ഏകദേശം ആകെ ഒരു 300 വർഷമായിട്ടുള്ളവർക്ക് നിയന്ത്രണമൊക്കെ വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു 100 വർഷം 150 വർഷത്തെ കഴിഞ്ഞപ്പോൾ, നിയന്ത്രണം തുടങ്ങി 150 വർഷം കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറേശ്ശെ മുറുക്കാൻ തുടങ്ങി. അങ്ങനെ മുറുക്കി എന്ത് ചെയ്തു വെച്ചാൽ നാട് തട്ടിയെടുക്കുക, രാജ്യം തട്ടിയെടുക്കുക, ക്ഷേത്രം തട്ടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളില്ലാത്ത രാജ്യങ്ങൾ, അതായത് രാജകുടുംബങ്ങളിൽ കുട്ടികളില്ലാതായി കഴിഞ്ഞാൽ ദത്തെടുക്കുക എന്ന് പറയുന്നൊരു തത്വമുണ്ട്.
ഭാരതത്തിൽ യുഗങ്ങളായി നടന്നു വരുന്നത്. അപ്പോൾ അവർ വേറെ രാജപരമ്പരയിലുള്ള ആളുകളെ ദത്തെടുക്കും. അങ്ങനെ രാജപരമ്പരയിലുള്ള ആളുകളെ ദത്തെടുത്ത് രാജകുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകും. അത് സ്വാഭാവികമാണ്. ഭാരതത്തിൻ്റെ തന്ത്രജ്ഞതയുടെ ഭാഗമാണത്. തന്ത്രത്തിൻ്റെ ഭാഗമാണത്. അറിവിൻ്റെ ഭാഗമാണ്. അപ്പോൾ രക്തമോടുന്ന ക്ഷത്രിയരുടെ കുട്ടികളെയാണ് ഇവർ ദത്തെടുക്കുന്നത്. ശൂദ്രനെയും പുലിയാടിയെയും ഒന്നല്ല അവർ ദത്തെടുക്കുക. അവർ രാജകുടുംബങ്ങളിൽ നിന്ന് ആളുകളെ ദത്തെടുക്കുകയും അറിവിൻ്റെ മേഖലയിൽ ശക്തിയുള്ള രാജകുടുംബങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിവുള്ള കുട്ടികളെ ദത്തെടുക്കുകയും രാജ്യത്തിൻ്റെ ഗതിയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അവരും ക്രമേണ ക്ഷേത്രങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ട് പോയി. പക്ഷേ 1800-കളുടെ ഒരു മധ്യഭാഗത്ത് എത്തുമ്പോഴേക്കും ഈ വെള്ളക്കൊള്ളക്കാരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ദത്തവകാശ നിരോധനം കൊണ്ടുവരികയും രാജ്യങ്ങളെ ബലമായിട്ട് പിടിച്ചെടുക്കുക, അഥവാ കർമ്മക്ഷേത്രങ്ങളെ ബലമായി പിടിച്ചെടുക്കാൻ ഉള്ള അധർമ്മം തുടങ്ങി വയ്ക്കുകയും ചെയ്യും. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? അപ്പോൾ പ്രജകളുടെ മുകളിലേക്ക്, ജനങ്ങളുടെ മുകളിലേക്കാണ് ഈ തെമ്മാടികളുടെ ലക്ഷ്യം. അങ്ങനെ അപ്പോൾ ഇത് വ്യക്തമായി മനസ്സിലായപ്പോൾ എന്തുണ്ടായി എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരേ ഒരു സ്വാതന്ത്ര്യ സമരം ഉണ്ടായി. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1856-7 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഏക സ്വാതന്ത്ര്യ സമരം ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ രാജ്യത്തിലുള്ള പ്രജകളുടെയും അവരുടെ ഭരണകർത്താക്കളുടെയും ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി, ആയിരിക്കണമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി, പ്രജകളെ സംരക്ഷിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി നടത്തപ്പെട്ട കാര്യമാണ്. അങ്ങനെ രാജാക്കന്മാർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഝാൻസിയിലെ റാണി എന്ന് പറയുന്നത്. ഝാൻസി എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിലുള്ള സ്ഥലമാണ്. ഝാൻസിയിലെ റാണി, അങ്ങനെ താന്തിയ തോപ്പി, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവരൊക്കെ കൂടിയിട്ട് കുറേ ആളുകൾ ബഹദൂർ ഷാ സഫർ എന്ന് പറഞ്ഞ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ കണ്ണി എന്നൊക്കെ നമ്മളോട് പറഞ്ഞത് നമുക്കൊന്നും ഇതിനെക്കുറിച്ച് ധാരണയില്ല. ഇത് കള്ളന്മാർ എഴുതിയിട്ടുള്ള ഹിസ്റ്ററിയാണ്. അപ്പോൾ ഇവർ കുറേ ആളുകൾ കൂടിയിട്ട് ഈ കൊള്ളക്കാരായ വെള്ളക്കാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു, സമരം പ്രഖ്യാപിച്ചു. സമരത്തിൻ്റെ പേര് അർത്ഥം യുദ്ധമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർ യുദ്ധം പ്രഖ്യാപിക്കുകയും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ചതിയന്മാർ എല്ലാ കാലത്തും ഉണ്ട്. അതായത് കൂട്ടിക്കൊടുപ്പുകാരും ചതിയന്മാരും എല്ലാ കാലത്തും ഉണ്ട്. ഈ വെള്ളക്കാർ റൂളിങ് നടത്തുമ്പോൾ, തെമ്മാടിത്തം കാണിക്കുമ്പോൾ അവരുടെ ഒപ്പവും കുറേ ചതിയന്മാരായിട്ടുള്ള ഭാരതീയരുണ്ടാവും. ചതിയന്മാർ രാജഭരണകാലത്തുണ്ട്. അവരൊക്കെ കഴുത്ത് വെട്ടാറാ പതിവ്. ഇവരുടെ ഒപ്പം നിന്നിട്ടുള്ള ചതിയന്മാരെ ഈ കള്ളന്മാർ വളർത്തിയിട്ടുണ്ടാക്കി. അവരുടെ സഹായത്തോടുകൂടി ഈ പറയുന്ന ഏക സ്വാതന്ത്ര്യ സമരത്തെ അവർ ഒതുക്കി. 57 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1857 അവർ ഒതുക്കിയതിന് ശേഷം ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിന്നെ അവിടുന്ന് ക്രൂരമായിട്ടുള്ള വെള്ളക്കൊള്ളക്കാരുടെ, പിടിച്ചുപറിക്കാരുടെ ലോസ് അടിച്ചിറക്കി. 57 ഒന്നാം സ്വാതന്ത്ര്യ സമരം 58 ഒതുക്കിയതിന് ശേഷം ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1862 എന്ന് പറയുന്ന രണ്ട് കൊല്ലങ്ങളിൽ IPC ഇന്ത്യൻ പീനൽ കോഡും CRPC ക്രിമിനൽ പീനൽ കോഡും കള്ളവെള്ളക്കാരുണ്ടാക്കി. എന്നിട്ട് ഭാരതീയ ജനതയെ അടിച്ചമർത്താൻ തുടങ്ങി. രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ ആരംഭിച്ചു. രാജാക്കന്മാരെ ഓടിപ്പിച്ച് അവരുടെ ഉള്ളിൽ തമ്മിൽ സ്പർദ്ധ വരുത്തി ഒപ്പം നിൽക്കുന്ന ഭാരതീയരെ ഭിന്നിപ്പിച്ച് പലതരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇത് പ്രത്യേകിച്ചും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ഭാരതീയ ഭാഷയല്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർ ലോസ് എന്ന് പുലയാട്ടുകൾ ഇംഗ്ലീഷിൽ, ഭാരതീയർക്ക് മനസ്സിലാവാത്ത പുലയാട്ടായിട്ടുള്ള ഇംഗ്ലീഷിൽ എഴുതി വെപ്പിച്ചു. അത് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി.
അപ്പോൾ ഏക സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് ഒരു 2-3-4 വർഷങ്ങളുടെ ഉള്ളിൽ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ലോ ബ്രിട്ടീഷ് തെമ്മാടികളായിട്ടുള്ള ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ഇവിടെ അടിച്ചേൽപ്പിച്ചു.